അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 1 നമ്മൾ ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ പാർട്ട് 2 ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ ടു ബി ഇൻഡെമിനിഫൈഡ് ബൈ ദ ഫേം. അപ്പം ഫേം പറയാണ് എന്ത് നഷ്ടം പാർട്ട്ണർക്ക് വന്നാലും എന്ത് ലോസ് വന്നാലും അത് ഫേം എടുത്തോളാം. ഫേം എന്ന് പറഞ്ഞാൽ ആരാ? കൂട്ടം ഓഫ് ദ പാർട്ട്നേഴ്സിനെയാണ് ഫേം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ആ ഒരു നഷ്ടം സഹിക്കാമെന്ന് പാർട്ട്ണർക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഫേമിൽ ഒരു ഫയർ വരിക, അപ്പോൾ പാർട്ട്ണർക്ക് സ്വന്തം പൈസ ഉപയോഗിച്ചുകൊണ്ട് ആ ഫയർ നികത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫയർ ഫോഴ്സിനൊക്കെ പൈസ കൊടുക്കുക, എന്നിട്ട് പിന്നീട് ഫേമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഉറപ്പാണ് ഈ ഫേം പാർട്ട്ണർക്ക് ഇൻഡെമിനിഫയർ ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ. അപ്പം ഇൻഡെമിനിറ്റി കിട്ടിയ ആളെയാണ് ഇൻഡെമിനിഫൈഡ് എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയാം അല്ലേ. അപ്പം അതേപോലെ തന്നെ ഫേമിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സും എന്തായിരിക്കണം, ഇൻഡെമിനിഫൈയും ചെയ്തിട്ടുണ്ട് ഫേമിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഫേമിന് എന്തെങ്കിലും രീതിയിൽ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ലോസൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാർട്ട്ണർ ഫേമിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കും എന്നുള്ള ആ ഒരു ഉറപ്പാണ് ദ ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ടു ഇൻഡെമിനിഫൈ ദ ഫേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ ടു ബി ഇൻഡെമിനിഫൈഡ് ബൈ ദ ഫേമും അതുപോലെ തന്നെ ദ ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ടു ഇൻഡെമിനിഫൈ ദ ഫേം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ദ റൈറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ് ടു ബി ഇൻഡെമിനിഫൈഡ് ബൈ ദ ഫേം. അപ്പം എല്ലാ പാർട്ട്ണർമാർക്കും എന്തൊക്കെ അവകാശങ്ങളുണ്ട്? എപ്പോൾ ഈ ഫേം എങ്ങാനും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫേം എങ്ങാനും ലോസ് വന്നാൽ അത് ഏറ്റെടുത്തു കൊള്ളാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് പാർട്ട്ണർക്ക് എന്ത് റൈറ്റാണുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 13E ആണ്. സോ എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് ബൈ ദ ഫേം. ഫേം വാക്ക് കൊടുത്തതിൽ ഇൻഡെമിനിഫൈഡ് ആവാനായിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ റൈറ്റ് എപ്പോഴും എല്ലാ പാർട്ട്ണർമാർക്കും ഉണ്ട് ബൈ ദ ഫേം. അപ്പോൾ ഫേമാണ് ഇൻഡെമിനിഫയർ. അപ്പം ഇൻഡെമിനിഫയർ ആയിട്ടുള്ള ഫേം ഈ പാർട്ട്ണർമാരെ ഇൻഡെമിനിഫൈഡ് ആക്കുന്നു ഇൻ റെസ്പെക്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ആൻഡ് ലയബിലിറ്റീസ് ഇൻകേർഡ്. ഇൻ റെസ്പെക്റ്റ് ഓഫ് എന്ത്? പേയ്മെൻറ്റ്സ് മെയ്ഡ്. ഓക്കെ, എന്തെങ്കിലും പേയ്മെൻറ്റ് പാർട്ട്ണർ കയ്യിൽ നിന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ ഫേമിന് വേണ്ടിയിട്ട്, ആൻഡ് ലയബിലിറ്റീസ് ഇൻകേർഡ്, അങ്ങനെ എന്തെങ്കിലും ബാധ്യത പാർട്ട്ണർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈ ഹിം. ഓക്കെ, ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ഹിം, അതായത് പെട്ടെന്ന് ഫേമിൻ്റെ ക്രെഡിറ്റർക്ക് പൈസ ആവശ്യം വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തൊരു പാർട്ട്ണർ കൊടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ഒരു ലയബിലിറ്റി പാർട്ട്ണറാണല്ലോ ഫേമിന് വേണ്ടിയിട്ട്, ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം ദ പാർട്ട്ണറാണ് ആ ഒരു ലയബിലിറ്റി ഇൻകർ ചെയ്തത്. അപ്പോൾ ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ലയബിലിറ്റി ഇൻകേർഡ് ബൈ ഹിം എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഫേം ഇൻഡെമിനിഫൈ ചെയ്തിരിക്കണം. സോ ദ ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ഹിം ഇൻ ദ ഓർഡിനറി ആൻഡ് ദ പ്രോപ്പർ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഇൻ ദ പ്രോപ്പർ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേമിൽ എന്തെങ്കിലും രീതിയിലൊരു ബാധ്യതയോ പേയ്മെൻറ്റോ ഒക്കെ നമ്മൾ പാർട്ട്ണർ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും, ആസ് വെൽ ആസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഇൻ ആൻ എമർജൻസി, അതും പറയണ്ട, ആസ് വെൽ ആസ് ദ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഇൻ ആൻ എമർജൻസി ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഫേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം എനി ലോസ്. ആ ഒരു സമയത്തും എന്തെങ്കിലും പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഏതൊക്കെ സമയങ്ങളിലാണ്? ഇൻ റെസ്പെക്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് മെയ്ഡ്, പിന്നെ ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ഹിം ഇൻ ദ ഓർഡിനറി ആൻഡ് പ്രോപ്പർ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം, ആസ് വെൽ ആസ് ദ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഇൻ ആൻ എമർജൻസി for protecting the firm from any loss. One more thing, if the payments, liability and acts എന്ന് പറഞ്ഞാൽ എന്താ? The performance of an act in an emergency. അപ്പം are such as prudent man would make. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേയ്മെൻ്റ് ആയാലും ലയബിലിറ്റി ആയാലും ആക്ട് ആയാലും such as a prudent man would make, സാധാരണ ഒരു ബുദ്ധിയുള്ള ഒരാൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ as a prudent man would make, പേയ്മെൻറ്റ്സ് നമ്മൾ മേക്ക് ചെയ്യുകയാണല്ലേ ചെയ്യുക. സോ സച്ച് ആസ് എ പ്രൂഡൻറ്റ് മാൻ വുഡ് മേക്ക്, അല്ലെങ്കിൽ ലയബിലിറ്റി ഇൻകർ ചെയ്യുകയാണല്ലേ ചെയ്യുക. ഓർ പെർഫോമൻസ് ഇൻ ആൻ എമർജൻസി, അപ്പോൾ പെർഫോം ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ്.
അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ്. എന്തായാലും ആ ഫേം എന്തായാലും ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ലയബിലിറ്റി ഓഫ് പാർട്ട്ണർ, ഇനി പാർട്ട്ണറിന് ഒരു ബാധ്യത ഉണ്ട് ടു ഇൻഡെമിനിഫൈ ദ ഫേം. ഇൻഡെമിനിഫൈൻ്റെ പച്ച മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട്ണർക്കും ഒരു ലയബിലിറ്റി ഉണ്ട്, ബാധ്യത ഉണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ. ആർക്ക്? ഫേമിന്. ഓക്കെ, അപ്പം സെക്ഷൻ 13F ആണ് ഇ കഴിഞ്ഞാൽ പിന്നെ എഫ് അല്ലേ. അപ്പം സെക്ഷൻ 13F ആണ് അത് പറയുന്നത്. എ പാർട്ട്ണർ മസ്റ്റ് ഇൻഡെമിനിഫൈ, എ പാർട്ട്ണർ എന്തായാലും നഷ്ടപരിഹാരം കൊടുക്കണം ടു ദ ഫേം ഫോർ എനി ലോസ് കോസ്ഡ് ടു ഇറ്റ് ബൈ വിൽഫുൾ. ഇറ്റ് എന്ന് പറയാൻ കാരണം എന്താ? അതൊരു ഫേം ആണല്ലേ, കളക്റ്റീവ് ആണെങ്കിൽ കൂടെ നമ്മൾ ഒറ്റൊരെണ്ണമല്ല, അപ്പം ഇറ്റ് എന്ന് പറയും. ബൈ വിൽഫുൾ നെഗ്ലക്റ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. അപ്പം ബിസിനസ് നടത്തുന്നതിൻ്റെ ഇടയിൽ വിൽഫുൾ ആയിട്ടുള്ള ഒരു നെഗ്ലക്റ്റ്, ഒരു അശ്രദ്ധ കാരണം എന്തെങ്കിലും ഒരു നഷ്ടം ഒരു ഫേമിന് വന്നു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ട്രക്ക് അത് സർവീസ് ചെയ്യേണ്ട സമയമായി, അപ്പോൾ ഒരു പാർട്ട്ണറെയാണ് ഏൽപ്പിച്ച് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആ പാർട്ട്ണർ നെഗ്ലിജൻസ് കൊണ്ട്, അശ്രദ്ധാപൂർവ്വം, ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ട് ആ ഫേമിൻ്റെ ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി പകുതിക്ക് വെച്ചിട്ട്. ഒരു ഭയങ്കര വലിയ കോൺട്രാക്റ്റ് കൊണ്ടു കൊടുക്കുന്ന ഒരു ട്രക്കായിരുന്നു അത്. അങ്ങനെ അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ ആ പാർട്ട്ണർ കാരണമാണല്ലോ, അത് മറ്റുള്ള പാർട്ട്ണറിനും അത് ബാധിക്കും, ഫേമിനും അത് ബാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മറ്റുള്ള പാർട്ട്ണർക്ക് ബാധിക്കും എന്ന് പറഞ്ഞാൽ ഫേമിന് ബാധിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ലോസ് വന്നത് പാർട്ട്ണർ തന്നെ എന്ത് ചെയ്തിരിക്കണം? ആ നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം. ഇങ്ങനത്തെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർ അങ്ങനെ നെഗ്ലിജൻസ് ചെയ്യില്ല അല്ലേ. മറ്റേ സിനിമയിലുള്ള പോലെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തിട്ട് അവസാനം ബിരിയാണി എത്തിക്കേണ്ട സമയമായി, കാറ്ററിംഗ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പാർട്ട്ണർ ഉറങ്ങിപ്പോയി, എന്നിട്ട് ആ സമയത്ത് ഫുഡ് എത്തിയില്ല. അപ്പോൾ മറ്റേ പാർട്ട്ണർ വേറൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ആ ഫുഡ് എത്തിച്ചു. അപ്പം ഈ പാർട്ട്ണർ കാരണമാണല്ലോ അവിടെ അങ്ങനത്തെ ഒരു ലോസ് നമുക്ക് വന്നത്. നാണക്കേടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, വേറൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തു ഫുഡിൻ്റെ, പക്ഷെ അവിടെ വന്ന ഒരു ലോസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ലോസ് ആരായിരിക്കണം പേഴ്സണലി എടുക്കേണ്ടത്? ആ ഒരു ബാധ്യത എടുക്കേണ്ടത് ആ പാർട്ട്ണർ ആയിരിക്കും. സോ ലയബിലിറ്റി ഓഫ് പാർട്ട്ണർ ടു ഇൻഡെമിനിഫൈ ദ ഫേം, സെക്ഷൻ 13F ആണ്. എ പാർട്ട്ണർ മസ്റ്റ് ഇൻഡെമിനിഫൈ ദ ഫേം ഫോർ എനി ലോസ് കോസ്ഡ് ടു ഇറ്റ് by willful neglect in the conduct of the business of the firm. So by the willful neglect in the conduct of the business of the firm എന്നാണ് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.